2020 ലോകകപ്പിൽ ഭാരതത്തിന് ജയം. 93 റൺസിന് നമീബിയയെ തോൽപ്പിച്ചു. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും VS കൃഷ്ണരാജാണ് ചേരുന്നത്. കൃഷ്ണരാജ്, പറയൂ. നീലിമ, ആദ്യ മത്സരത്തിൽ അത്ര ആധികാരികമൊന്നും ആയിരുന്നില്ല USA-ക്കെതിരെ ഭാരതത്തിന്റെ വിജയം. പക്ഷേ ഇന്ന് തീർത്തും ആധികാരികമായ ഒരു വിജയം തന്നെ നമീബിയക്കെതിരെ ഭാരതം നേടിയിരിക്കുന്നു. 93 റൺസിന്റെ വിജയമാണ്. 210 റൺസ് ലക്ഷ്യമാണ് ഭാരതം നമീബിയയ്ക്ക് മുന്നിൽ വെച്ചത്. പക്ഷേ 116 റൺസ് എടുക്കുമ്പോഴേക്കും അവരുടെ മുഴുവൻ ബാറ്റ്സ്മാൻമാരും ഓൾ ഔട്ട് ആവുന്ന കാഴ്ചയാണ് കണ്ടത്. തുടക്കത്തിൽ അവർ നന്നായി കളിച്ചു തുടങ്ങിയതാണ്, പവർ പ്ലേ ഒക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് വരുൺ ചക്രവർത്തി വന്നതോടെ അവരുടെ എല്ലാ കരുത്തും ചോർന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അവരുടെ ലോറൻസ് സ്റ്റീൻ ക്യാമ്പ് എന്ന ഓപ്പണർ 29 റൺസും ജാൻ ഫ്രൈലിങ്ക് 22 റൺസും എടുത്ത് മികച്ച തുടക്കം അവർക്ക് നൽകിയിരുന്നതാണ്. പക്ഷേ ഫ്രൈലിംഗ് പുറത്തായതിനു ശേഷം അവർ പ്രതിരോധത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. വരുൺ ചക്രവർത്തി തുടരെ വിക്കറ്റുകൾ എടുത്തു. 2 ഓവറിൽ 6 റൺസ് മാത്രം വഴങ്ങിയായിരുന്നു 7 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റുകളാണ് വരുൺ ചക്രവർത്തി എടുത്തത്. അക്സർ പട്ടേൽ 3 ഓവറുകളിൽ 20 റൺസ് വഴങ്ങി 2 വിക്കറ്റ്. ഹർദിക് പാണ്ഡ്യ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ബാറ്റിംഗിൽ അർദ്ധ സെഞ്ചുറി നേടുന്നു. ബൗളിംഗിൽ 4 ഓവറിൽ 21 റൺസ് എടുത്ത് 2 വിക്കറ്റ് നേടുന്നു. പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയും ഹർദിക് തന്നെയാണ്. ഹർദിക്കിൻ്റെ ബാറ്റിംഗ് മികവ് അത്രമേൽ മികച്ചതായിരുന്നു. 28 പന്തിൽ 4 സിക്സറുകൾ 4 ബൗണ്ടറികൾ അടക്കം 52 റൺസാണ് ഹർദിക് പാണ്ഡ്യ എടുത്തത്. നേരത്തെ ഇഷാൻ കിഷന്റെ മികച്ച പ്രകടനം തുടരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ആ മിന്നുന്ന ഫോം ന്യൂസിലാൻഡിനെതിരായ 2020 പരമ്പരയിൽ എങ്ങനെയാണോ കളിച്ചത് അതിൻ്റെ തുടർച്ചയാണ് ഇന്നും നമ്മൾ കണ്ടത്. ഇഷാൻ കിഷൻ 24 പന്തിൽ 61 റൺസ് എടുക്കുന്നു. 20 പന്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയിരുന്നു. തിലക് വർമ്മ 25 റൺസ് എടുത്തു, മികച്ച പിന്തുണ കൊടുത്തു. ശിവൻ ദുബൈയും നല്ല പ്രകടനമാണ് പുറത്തെടുത്തത്. 16 പന്തിൽ 23 റൺസ് എടുത്തു. ഒരു പക്ഷേ ഇഷാൻ കിഷനൊക്കെ ബാറ്റ് ചെയ്യുന്ന സമയത്ത് 250 എത്തുമെന്ന് കരുതപ്പെട്ടിരുന്ന സ്കോറാണ് 209 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ എടുത്തത്. ആ മധ്യ ഓവറുകൾ പിന്നിട്ടപ്പോഴേക്കും തുടരെ വിക്കറ്റുകൾ വീഴുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഏതായാലും ആധികാരികമായ ഒരു വിജയം തന്നെയാണ്. ഇക്കൂട്ടത്തിലും അവരുടെ ക്യാപ്റ്റൻ, നമീബിയയുടെ ക്യാപ്റ്റൻ എറാസ്മസിൻ്റെ പ്രകടനം എടുത്തു പറയാതെ വയ്യ. ബാറ്റിങ്ങിൽ വലിയ പ്രകടനം കാഴ്ചവെച്ചില്ല, 18 റൺസേ എടുത്തുള്ളൂവെങ്കിലും ബൗളിങ്ങിൽ 4 വിക്കറ്റുകൾ വീഴ്ത്തുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ നമീബിയയ്ക്ക് അഭിമാനത്തോടെ മടങ്ങാം. തോൽവി വലിയ തോൽവിയാണ്, പക്ഷേ അവരുടെ ചില വ്യക്തിഗത താരങ്ങളുടെ മികവ് എടുത്തു പറയാതെ വയ്യ. ഒപ്പം സഞ്ജുവിന്റെ പ്രകടനം കൂടി നമുക്കൊന്ന് കണ്ടുപോകേണ്ടതുണ്ട് കൃഷ്ണരാജ്. ശരി, സഞ്ജു സാംസൺ ഈ ന്യൂസിലാൻഡിൻ്റെ 2020 പരമ്പര കളിക്കാൻ ഇറങ്ങും മുമ്പേ ലോകകപ്പ് ടീമും പ്രഖ്യാപിച്ചതാണ്. അപ്പോഴേക്കും സഞ്ജു ടീമിലേക്ക് വരുന്നു. അതായത് ഓപ്പണറാകും എന്നുറപ്പിച്ച ഘട്ടമായിരുന്നു. എന്നാൽ ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിൽ എല്ലാ മത്സരങ്ങളിലും അവസരം കിട്ടിയിട്ടും ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിരുന്നില്ല. തിരുവനന്തപുരത്തെ കാര്യവട്ടത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുമ്പോഴും ഒരു സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച് സഞ്ജു ഏകദിന ലോകകപ്പിലെ ആദ്യ 11 പേരിൽ ഒരാളായി ഇടമുറപ്പിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവിടെയും 6 റൺസ് എടുത്ത് സഞ്ജു പുറത്താകുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ അപ്പാടെ ലോകകപ്പിൽ ഉറപ്പായും കളിക്കും എന്ന് പ്രതീക്ഷിച്ച സഞ്ജു സാംസൺ 11-ൽ ഉണ്ടാകില്ല എന്ന കാഴ്ച നമ്മൾ കണ്ടു. അന്ന് ആ 5 2020 മത്സരങ്ങളിൽ 4-ലും ഓപ്പണറുമായിരുന്നു, അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പറുമായിരുന്നു സഞ്ജു. പക്ഷേ തിരുവനന്തപുരത്ത് ഇഷാൻ കിഷൻ വളരെ പെട്ടെന്ന് മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച് ഇഷാൻ കിഷനെ വിക്കറ്റ് കീപ്പറാക്കി സൂര്യകുമാർ കളിപ്പിക്കുന്നു. അപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തവുമായിരുന്നു. ഇനി നേരെ ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന 2 ഓപ്പണർമാരാണ് ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും. അഭിഷേക് ശർമ്മയ്ക്ക് വയറിന് അസുഖബാധ ഏറ്റത് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിശ്രമത്തിലാണ്. ഇന്ന് കളിപ്പിക്കും എന്ന് കരുതപ്പെട്ടിരുന്നു, പക്ഷേ അസുഖം ഭേദമായിട്ടില്ല, പൂർണ്ണമായും ഭേദമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അഭിഷേക് ശർമ്മ പുറത്തിരിക്കുന്നു. മാത്രമല്ല, പാകിസ്ഥാനെതിരെ ഒരു വൻ പോരാട്ടം 15-ാം തീയതി വരാനിരിക്കുന്നു. ആ മത്സരത്തിൽ അഭിഷേക് ശർമ്മയെ കളിപ്പിക്കണം എന്ന തീരുമാനം മാനേജ്മെൻറ്റിനുണ്ടാകും. സൂര്യകുമാറിനും അതുതന്നെയായിരിക്കും ആഗ്രഹം. അതുകൊണ്ട് അഭിഷേകിനെ ഇന്ന് പുറത്തിരുത്തുന്നു. ഇന്നലെ ജസ്പ്രീത് ബുംറയുടെ വളരെ വേഗത്തിലുള്ള ഒരു പന്ത് കാൽക്കുഴയിൽ കൊണ്ട് പരിക്കേറ്റിരുന്ന ഇഷാൻ കിഷൻ വേദന കൊണ്ട് പുളയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇഷാൻ കളിക്കുമോ എന്ന സംശയമുണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു കാരണത്താൽ സഞ്ജു ഇന്ന് കളിക്കും എന്ന് നമ്മൾ വാർത്തയും നൽകിയിരുന്നതാണ്. സഞ്ജു കളിച്ചു, ഓപ്പണറായി വന്നു. ആദ്യ 3 പന്തുകൾ വളരെ പ്രതിരോധത്തിൽ കളിക്കുന്നത് കണ്ടു. 4-ാം പന്ത് 6 അടിക്കുന്നു. പിന്നീട് മൊത്തം 3 സിക്സുകളും
ഒരു ബൗണ്ടറിയും അടിച്ചു. മികച്ച തുടക്കം സഞ്ജു കാണിച്ചതാണ്. പക്ഷേ ആ പ്രകടന മികവ് തുടരാനായില്ല. ഒരു അനാവശ്യ ഷോട്ട്, അല്ലെങ്കിൽ വേണ്ടാതിരുന്ന ഒരു ഷോട്ട് കളിച്ച് സഞ്ജു പുറത്തേക്ക് പോകുന്ന കാഴ്ച കണ്ടു. ഒരുപക്ഷെ ഇന്ന് കളിച്ചിരുന്നുവെങ്കിൽ, ഇന്നൊരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജുവിനായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മികച്ച തുടക്കം മുതലാക്കാൻ സഞ്ജുവിനായിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ അടുത്ത മത്സരത്തിൽ പാകിസ്ഥാനെതിരെ റിങ്കു സിംഗിന് പകരം മധ്യനിരയിലെങ്കിലും സഞ്ജുവിന് കളിക്കാമായിരുന്നു. കാരണം റിങ്കു സിംഗ് ഇന്ന് മോശം പ്രകടനമാണ് കാഴ്ചവെച്ച്, അതുകൂടി അടഞ്ഞ കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അതായത് ഇന്നൊരു ട്രോളായി ഒരു ഫേസ്ബുക്കിൽ വന്ന ഒരു വരി ഇതാണ്: ഒരു 2020 ക്രിക്കറ്റിൽ 2 വട്ടം വിരമിക്കാൻ ഭാഗ്യം കിട്ടിയ ഏക കളിക്കാരൻ സഞ്ജുവാണ് എന്നാണ്. അതായത് കഴിഞ്ഞ ന്യൂസിലാൻഡിനെതിരായ പരമ്പരയോടെ വിരമിക്കലിൻ്റെ വക്കിലെത്തിയ ഒരു താരം ഇവിടെ അഭിഷേക് ശർമ്മയുടെ പരിക്ക് കാരണം ടീമിലേക്ക് മടങ്ങി വരുന്നു. പക്ഷേ അവിടെയും വലിയ പ്രകടനം കാഴ്ചവെക്കാനാകാതെ പുറത്തു പോകുന്നു എന്നാണ്. പക്ഷേ സഞ്ജു മികച്ച തുടക്കമാണ് നൽകിയത്. ആ തുടക്കം ഒരു മികച്ച തുടർച്ചയിലേക്ക് പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സഞ്ജുവിന് ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു. ഒരുപക്ഷെ അടുത്ത മത്സരമാകുമ്പോഴേക്കും റിങ്കു സിംഗിന് പകരം വാഷിംഗ്ടൺ സുന്ദർ ടീമിലെത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നീലിമ. ഓക്കെ കൃഷ്ണരാജ്, 2020-ൽ ഭാരതത്തിന് വിജയം, പക്ഷേ സഞ്ജു നിരാശാജനകമായ പെർഫോമൻസാണ് നടത്തിയത്. കൃഷ്ണരാജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.